ചെവി കേൾക്കാത്തവനും ഊമയുമായി അഭിനയിച്ച് നമ്മുടെ ഹീറോ ഒരു പള്ളിയിലെ തോട്ടത്തിൽ പണിക്ക് കയറും. പക്ഷേ അവിടുത്തെ കന്യാസ്ത്രീകളാണെങ്കിലോ ഹീറോയുമായി പല പരിപാടിയും നടത്തും. ഹീറോയെ അവര് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് ഹീറോയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് 2007 ഇറങ്ങിയ വെർജിൻ ടെറിട്ടറി എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ പള്ളിയിൽ ഇത് പണിയെടുക്കുന്ന ആളെയാണ് കാണിക്കുന്നത്. പുള്ളി കുറേ നാളായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് കാശൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പണി കഴിഞ്ഞ് പുള്ളി കാശ് ചോദിക്കാൻ വേണ്ടി ഫാദറിൻ്റെ അടുത്തേക്ക് പോകും. നോക്കുമ്പോഴോ ഫാദർ പ്ലേഗ് വന്ന് ഡെഡായിട്ടുണ്ടായിരുന്നു. ഇതവന് പിടികിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ കാശൊന്നും ഒരിക്കലും കിട്ടത്തില്ലെന്ന് പിടികിട്ടിയ പുള്ളിയാണെങ്കിലോ അവിടെയുള്ള ഫാദറിൻ്റെ ഉടുപ്പെടുത്തിടും. ഈ ഉടുപ്പെടുത്തിട്ടാൽ ഇവിടെയുള്ള എല്ലാം കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയാണ്. അവനെ ജെർബീനോ എന്ന് പറഞ്ഞ ഒരാൾ ഓടിക്കും. അവൻ്റെ ആൾക്കാരോട് ജെർബീനോ അവനെ പിടിക്കാനായും പറയും. ഹീറോ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും. ആ ടൈമിലാണ് ഹീറോയുടെ ഫ്രണ്ട് അവനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷിച്ച് നാട് കടത്തുന്നത്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയിനെയാണ്. ഹീറോയിനാണെങ്കിലോ അവളുടെ അച്ഛനും അമ്മയും പ്ലേഗ് വന്ന് ഡെഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതോർത്ത് കരയുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിലാണ് അങ്ങോട്ടേക്കും ജെർബീന വരുന്നത്. അവൻ അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം ചോദിക്കും ഇനി എന്താ പ്ലാനെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും റഷ്യയിലൊരു കിങ് വരുന്നുണ്ട്, പുള്ളിയെ കല്യാണം കഴിക്കാനാണ് പ്ലാനെന്ന്. ആ ടൈമിലാണ് ജെർബീന അവളുടെ അച്ഛൻ ജെർബീനയുമായിട്ടുണ്ടാക്കിയ കടങ്ങളുടെ കാര്യം പറയുന്നത്. എൻ്റെ സ്വത്തുക്കളെല്ലാം നിലനിർത്തണമെങ്കിൽ നീ എന്നെ കല്യാണം കഴിച്ചോളാൻ ജെർബീന അവളോട് പറയും. പിന്നീട് നമ്മളെ ജെർബീനയോട് ആൾക്കാർ ഓടിക്കുന്ന ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ഓടി ഓടി എവിടെയോ എത്തും. ആ ടൈമിലാണ് ഹീറോ ഒരാളെ കാണുന്നത്. ആ ടൈമിലാണ് പുള്ളി പറയുന്നത് പള്ളിയിലെ തോട്ടം നോക്കാൻ ഒരാളെ വേണമെന്ന്. അതോടൊപ്പം തന്നെ അവൻ ഊമയും ചെവി കേൾക്കാത്തവനുമായിരിക്കണമെന്നും പറയും. ഹീറോ വീണ്ടും ഓടി ഒരു മരക്കൊമ്പി കയറും. ആ ടൈമിലാണ് ആ കൊമ്പൊടിഞ്ഞവൻ താഴെ വീഴുന്നത്. വീണ ഉടനെ തന്നെ അവൻ്റെ ബോധവും പോവും. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് കുറേ കന്യാസ്ത്രീമാർ വരും. അവർ ഹീറോയെ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഹീറോയ്ക്ക് അവിടെ ചെന്നപ്പോൾ ബോധം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിലോ കണ്ണ് തുറക്കാതിരിക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് അവിടെ മൂത്തൊരു കന്യാസ്ത്രീ വരുന്നത്. പുള്ളിക്കാരി നോക്കുമ്പോഴോ ഹീറോ ഒന്നും മിണ്ടുന്നുമില്ല, പറയുന്നതൊന്നും കേൾക്കുന്നുമില്ല. ഇവൻ പൊട്ടനാണെന്നോർത്ത് അവിടുത്തെ തോട്ടം നോക്കാൻ ഇവനെ ഏൽപ്പിക്കും. മുമ്പ് തോട്ടം നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞതും ഈ പള്ളിയിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഹീറോ അങ്ങോട്ടേക്ക് കുളിക്കാനായി പോകും. ആ ടൈമിലാണ് 2 കന്യാസ്ത്രീ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവർ ഉടുപ്പൂരിയ ശേഷം അവനുമായിട്ട് പരിപാടിയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാനാണ് ഇങ്ങനെ ഒരാളെ അവർ അന്വേഷിച്ച് നടന്നതും. പിന്നീട് ഹീറോയിൻ പള്ളിയിൽ വെച്ച് അവളുടെ കൂട്ടുകാരികൾ എടുത്ത് പറയും അവൾക്ക് പുറത്തൊരു വീടുണ്ടെന്നും, അതായത് സിറ്റിയിലൊരു വീടുണ്ടെന്നും, അതോടൊപ്പം തന്നെ അവൾ കിങ്ങിനെ കല്യാണം കഴിക്കത്തുമുണ്ടെന്നും. ഈ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന് ജെർബീനോ ചോദിക്കും എന്താണ് പറഞ്ഞതെന്ന്. ജെർബീനോയെ ഒഴിവാക്കാൻ വേണ്ടി ഇവൾക്ക് ടൈം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ഉള്ള അതേ പള്ളിയിലേക്ക് ഇവളും പോകും. പള്ളിയിലേക്ക് വന്ന ഹീറോയിനെ അവിടെയുള്ള കന്യാസ്ത്രീകളെല്ലാം ചേർന്ന് മേക്കപ്പെട്ടു കൊടുക്കും. ആ ടൈമിലാണ് അവൾ ഹീറോയെ ആദ്യമായിട്ട് കാണുന്നത്. ആ ടൈമിലാണ് കൂട്ടത്തിലുള്ള ഒരു കന്യാസ്ത്രീ പറയുന്നത് അവൻ ഇവിടുത്തെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണെന്നും അതോടൊപ്പം തന്നെ മിണ്ടത്തും ചെവി കേൾക്കത്തുമില്ലെന്നും. പിന്നീട് ഹീറോ തോട്ടത്തിൽ പണിയെടുക്കുന്ന ടൈമിലാണ് ഒരു കന്യാസ്ത്രീ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവനെ കൊണ്ടുപോയി അവിടെ പരിപാടി നടത്തും. ഈ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വന്ന ഹീറോയിൻ ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവൾക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് പിടികിട്ടുന്നത്. ഇതൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുത്തുമില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് റഷ്യയിലുള്ള കിങ് ജെർബീനയുടെ അടുത്തേക്ക് വരുന്നതാണ്. അവിടെ വരുമ്പോഴാണ് ഹീറോയിൻ ജെർബീനോയാണ് കെട്ടാൻ പോകുന്നതെന്ന് അറിയുന്നത്. ഇതറിഞ്ഞ കിങ് ആണെങ്കിലോ നല്ല ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആ ടൈമിലാണ് കിങ്ങിനോട് ഒരാൾ വന്ന് പറയുന്നത് പുറത്തത്തെ ഹീറോയിൻ കിങ്ങിനെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ട കിങ് ആണെങ്കിലോ അവളെ അന്വേഷിച്ച് ഇറങ്ങാനായിട്ട് തുടങ്ങും. ഇവിടെ ഹീറോയ്ക്ക് 2 കന്യാസ്ത്രീമാർ ഫുഡ് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവർ പറയും ബാക്കിയുള്ളവർക്ക് കിട്ടിയത് ഇവർക്കും വേണമെന്ന്. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ ഇവർക്കും ചെയ്തു കൊടുക്കും. പിറ്റേ ദിവസം ഹീറോയിനും 2 കന്യാസ്ത്രീമാരും കൂടി ഹീറോയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളവുമായിട്ട് പോകും. ആ ടൈമിൽ ഹീറോയിൻ പറയും നിങ്ങൾ അവനോട് ചെയ്യുന്നതെല്ലാം പാപമാണെന്ന്. ഇത് കേട്ട അവർ പറയും ഇതിലൊരു പാപവുമില്ല, ഹീറോയിന് അസൂയാണെന്ന്. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ ചൂടുവെള്ളം കോരി ഹീറോയുടെ തലയിലേക്ക് ഒഴിക്കും. കാരണം ഹീറോയിന് പതിയെ പതിയെ അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലോ കിങ് ഹീറോയിനെ കാണാൻ പോകുന്ന വഴിക്ക് ജെർബീനോയും അവൻ്റെ ആൾക്കാരും കൂടി അവരെ ആക്രമിക്കും. കിങ്ങിൻ്റെ കൂടെയുള്ള പടയാളികളെല്ലാം തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കിങ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടും. ഹീറോയിനാണെങ്കിലോ പതിയെ പതിയെ ഹീറോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇവിടെ നോക്കുമ്പോഴാണ് കാണുന്നത് ഹീറോ പാട്ട് പാടുന്നത്. ഇത് കേട്ട അവൾക്ക് അവൻ ഊമയല്ലെന്നുള്ളത് പിടികിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും ഹീറോയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകും. ഹീറോയിൻ മുഖം മറച്ചതുകൊണ്ട് അവൾ ആരാണെന്ന് ഹീറോയ്ക്ക് പിടികിട്ടിയിട്ടില്ലായിരുന്നു. ഇവളാണെങ്കിലോ കണ്ണ് കെട്ടിയ ശേഷം ഹീറോയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് അവിടുന്ന് പോകും. അവനത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അവനത് ആരാണെന്ന് അറിയുകയും ചെയ്യണമായിരുന്നു.
അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ പ്രധാന കന്യാസ്ത്രീയോട് ഹീറോ ഇത് പൊട്ടനല്ലെന്നുള്ള കാര്യം പറയുന്നത്. അവൻ വേറെ ആരുമായിട്ടും പരിപാടി ചെയ്യാതിരിക്കാനാണ് ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ ഹീറോയെ അവിടുത്തെ ഇറക്കി വിടും. ഹീറോ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. ഹീറോയിനെ കണ്ട ഹീറോ ആണെങ്കിലോ അവളോട് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും. ഇവിടെയാണെങ്കിൽ കിങ് കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കാണും. അവൻ ഹീറോയിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണെന്നും അങ്ങനെയുള്ള കഥകളെല്ലാം ആ പെണ്ണിനോട് പറയും. ഇത് കേട്ട ആ പെണ്ണ് പറയും അവളാണ് ഹീറോയിൻ എന്ന്. ഇത് കേട്ട കിങ് ആണെങ്കിലോ ഇത് വിശ്വസിക്കുകയും ചെയ്യും. കാരണം കിങ് ഇതുവരെ ഹീറോയിനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഹീറോയെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരും. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ ഹീറോ പറയും അവനെ കണ്ണ് കെട്ടിയ ഒരു പെണ്ണ് ഉമ്മ വെച്ചെന്നും അവളെ ഇഷ്ടപ്പെട്ടതും അവളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളെന്നും. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ കണ്ണ് കെട്ടിയത് കൊണ്ട് അവളെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ ചോദിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ഞാനത് കണ്ടുപിടിക്കുമെന്നും ഹീറോ പറയും. ആ ഒരു ടൈമിലാണ് ജെർബീനോ അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ ഹീറോയെ കണ്ട ജെർബീനോ ആണെങ്കിലോ അവനുമായി ഒരു ഫൈറ്റ് ഉണ്ടാക്കിയ ശേഷം അവനെ കൊല്ലാനായി നോക്കും. ഹീറോയിൻ പറയും അവനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയും കല്യാണം കഴിക്കില്ലെന്ന്. അവിടെ ഒരു ഫൈറ്റ് ഒഴിവാക്കാനാണ് ഹീറോയിൻ അങ്ങനെ പറഞ്ഞത്. ഹീറോയെ ഏത് ടൈമിലും കൊന്നു കളയുമെന്ന് പിടികിട്ടി ഹീറോയിനാണെങ്കിലോ ജെർബീനോയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും. അതോടൊപ്പം തന്നെ ഹീറോയെ വെറുതെ വിടണമെന്നും പറയും. അങ്ങനെ ഹീറോയിൻ ഫാദറിന് കുറച്ച് പണം എടുത്തു കൊടുക്കും. എന്നിട്ട് കല്യാണം നീട്ടിവെക്കണമെന്നും പറയും. ഇത് കേട്ട ഫാദർ ആണെങ്കിലോ ആ പണം വാങ്ങുകയും ചെയ്യും. ഇതാണെങ്കിലോ ശരിക്കുള്ള ഫാദറുമല്ലായിരുന്നു. നമ്മൾ മൂവിയുടെ തുടക്കം കണ്ട ആ ഫാദറിൻ്റെ ഉടുപ്പെടുത്തിട്ട ആളായിരുന്നു. അങ്ങനെ ജെർബീനോ ഹീറോയെ അവിടുന്ന് വെറുതെ വിടും. അവൻ്റെ 2 പടയാളികളുടെ കൂടെ കാട്ടിലേക്ക് വിടും. ശരിക്കും ഹീറോയെ കൊല്ലാനായിരുന്നു പ്ലാൻ. പക്ഷെ ഹീറോ ആണെങ്കിലോ 2 പടയാളികളെ മടിച്ചിട്ട ശേഷം അവിടുന്ന് രക്ഷപ്പെടും. ആ ടൈമിൽ തന്നെയാണെങ്കിലോ കിങ്ങും ഹീറോയിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ കല്യാണ ഫംഗ്ഷൻ ഇവിടെ നടക്കും. ഫാദർ ആണെങ്കിലോ എന്തൊക്കെയോ പറഞ്ഞ് കല്യാണം നീട്ടിക്കൊണ്ട് പോകും. ഇത് ജെർബീനോയ്ക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ഫാദറിൻ്റെ കഴുത്തിൽ വാൾ വെച്ച ശേഷം വേഗം നടത്താൻ പറയും. ആ ടൈമിൽ തന്നെ കിങ് അങ്ങോട്ടേക്ക് വരും. കിങ്ങിനെ കണ്ട ജെർബീനോ ആണെങ്കിലോ അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ ഹീറോയും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ രണ്ടുപേരും കൂടി ജെർബീനോയുടെ ആൾക്കാരെ മുഴുവൻ കൊല്ലും. പിന്നീട് കിങ്ങും ജെർബീനോയും തമ്മിലൊരു ഫൈറ്റ് നടക്കും. അതിൽ ജെർബീനോ തോക്കാറായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോ ജെർബീനോയെ വെല്ലുവിളിക്കും. പിന്നീട് ജെർബീനോയും ഹീറോയും തമ്മിലായി ഫൈറ്റ്. അങ്ങനെ ഈ ഫൈറ്റിലാണെങ്കിലോ ജെർബീനോ അവിടെ നിന്ന് താഴെ ഒരു കിണറ്റിലേക്ക് വീഴും. അവിടെ വെച്ച് തന്നെ ജെർബീനോ ഡെഡാകുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ ഹീറോയിൻ കിങ്ങിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും അവൾക്ക് ഹീറോ ഇഷ്ടമാണെന്നുമുള്ള കാര്യം പറയും. ഹീറോയിൻ്റെ മുഖം കണ്ട കിങ് ആണെങ്കിലോ അവൻ ഇവളെയല്ല ഇഷ്ടം, അത് തടാകത്തിൽ കണ്ട ഹീറോയിനെയാണെന്ന് പറയും. ആ ടൈമിലാണ് ആ പെണ്ണ് പുറകെ വന്ന് നിൽക്കുന്നത്. നോക്കുമ്പോഴോ അത് ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മെലീസ തന്നെയായിരുന്നു. ഇവന് ശരിക്കും ആ മെലീസയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഹീറോയെ കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യും. അപ്പോഴാണ് ഹീറോ പറയുന്നത് അവൻ എന്നാൽ കണ്ണ് കെട്ടിയ പെണ്ണിനെ മതിയെന്ന്. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ ഇവനെ ഉമ്മ വെക്കുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് പിടികിട്ടുന്നത് ഇവളാണ് ആ പെണ്ണെന്നുള്ളത്. അങ്ങനെ ഇതറിഞ്ഞ ഹീറോ ഇവളുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.